ഇതിന് കമ്പനി പറയുന്ന ഒരു ഫ്യൂൽ റേഞ്ച് അത് നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ എല്ലാ ഫീച്ചറും ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. ലുക്കിൻ്റെ കാര്യത്തിലാണ് ഈ വണ്ടി അത്യാവശ്യം നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് ഫ്രണ്ടും ബാക്കും കൊടുത്തേക്കുന്നത്. വൈറ്റ് കളറിനാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഡാർക്ക് മോഡിലോട്ട് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവത്തുമില്ല. അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതുതായിട്ടെടുത്ത ഹിമാലയൻ 450യുടെ ഒരു 500 കിലോമീറ്റർ ഓടിയ ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് ആദ്യം തന്നെ എനിക്ക് 500 കിലോമീറ്റർ ഓടിയപ്പോഴുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് ഹിമാലയൻ 450 എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ പഴയ ഹിമാലയനെ വെച്ച് നോക്കുവാണെങ്കിൽ ആ പേരിന് മാത്രമേ ഒരു സാമ്യം തോന്നുള്ളൂ. പുതിയ ഹിമാലയൻ എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു ബൈക്ക് തന്നെയാണ്. നമുക്ക് പഴയ വണ്ടിയായിട്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യാസമാണ് ഈ ഒരു പുതിയ മോഡൽ അവർ വരുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഓവറോൾ ഡിസൈനിലും ലെങ്തിലും ഒക്കെ നോക്കിയാൽ തന്നെ അത്യാവശ്യം ബൾക്കായിട്ടതും അതുപോലെ ഇച്ചിരി കൂടെ ഒരു ഹെവി ഒരു ലുക്ക് നൽകുന്ന ഒരു വണ്ടിയാണ് ഹിമാലയൻ 450. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റും ഒരു ഷോർട്ട് വൈസറുമാണ് കമ്പനി കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു ലുക്ക്. നമുക്ക് പഴയ വണ്ടി കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ലുക്ക് ഇച്ചിരിയും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ ഹോൾഡർ ആണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒരു വൈസർ എല്ലാം ഒരു നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ DRLാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോർമൽ വണ്ടി താക്കോലിട്ട് ഓണാക്കുന്ന സമയത്ത് DRL മാത്രം കത്തും. അതുകൊണ്ട് പിന്നെ സ്റ്റാർട്ടാക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകുന്ന ഒരു ഇഷ്യൂ വരാൻ ചാൻസ് കുറവാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പം ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഗോൾഡൻ സ്പോക്ക് വീലാണ്. ഇത് ട്യൂബ് ടയറാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. ഭാവിയിൽ അത് ട്യൂബ്ലെസ് ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഈ ഒരു ടയർ എക്സ്ചേഞ്ച് ചെയ്ത് അടുത്ത ടയർ എടുക്കേണ്ട ഒരു കാര്യമാണ് വരുന്നത്. അന്നേരം ഇപ്പം വണ്ടി എടുത്തവർക്ക് പുതിയ ടയർ കിട്ടുന്നതോടെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല. നമുക്ക് നോർമലി നമ്മുടെ ഈ സ്പോക്കും ഈ ടയറും മാറ്റിയിട്ടായിരിക്കണം പുതിയ ടയർ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൾക്കായിട്ടുള്ള ഒരു ടാങ്കാണ് കൊടുത്തേക്കുന്നത്. ഒരു 17 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു പെട്രോൾ ടാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 400+ റേഞ്ച് കിട്ടുന്ന ഒരു ടാങ്കാണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. നേരത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ ടാങ്ക് കപ്പാസിറ്റിയും കൂടി ആ ഒരു ബൾക്ക്ലെസ്സും വണ്ടിക്കൊരു ബൾക്കായിട്ടുള്ള ഒരു ഫീലിംഗ് കൂടി. അടുത്തായിട്ട് നമുക്ക് മീറ്റർ കൺസോളിലോട്ട് നോക്കുവാണെങ്കിൽ മീറ്റർ നമുക്ക് ഓണായി വരുമ്പോൾ ഹിമാലയൻ ഒരു ലോഗോയോടെയാണ് ഈ മീറ്റർ ഓണായി വരുന്നത്. ഇതിനകത്തൊരു RPM മീറ്റർ, ഫ്യൂവൽ ഗേജ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ സൈഡ് സ്റ്റാൻഡ്, സ്പീഡോമീറ്റർ, അത്യാവശ്യം എല്ലാ ഒരു ഡീറ്റെയിൽസും അടങ്ങിയ ഒരു മീറ്റർ ആണെന്ന് നമുക്കിത് പറയാം. ഈ മീറ്ററിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ വാർണിംഗ് ലൈറ്റുകളും ഈ മീറ്ററിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ മീറ്ററിന് നമുക്ക് 2 ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഒന്ന് ഡേ ലൈറ്റിൽ വരുന്ന ഒരു വൈറ്റ് ഇൻ്റർഫേസും അതുപോലെ തന്നെ നൈറ്റിൽ വരുന്ന ഈ ഡാർക്ക് ഇൻ്റർഫേസും. ഇതിന് നമുക്ക് മോഡുകളും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്ററിലോട്ട് വരുവാണെങ്കിൽ മീറ്ററിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ എൻഫീൽഡിൻ്റെ ലോഗോയുടെ അടിയിലാണ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി സെൻസ് ചെയ്യുന്ന സെൻസറും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡേ ടൈമിലും നൈറ്റിലും ഒരുപോലെ നമുക്ക് ഈ മീറ്റർ നല്ല വിസിബിളായിട്ട് കാണാൻ കഴിയും. അടുത്തതായിട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്വിച്ച് ഗിയറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ ഗിൽ സ്വിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിൽ സ്വിച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ടും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് മാറ്റാനുള്ള ഒരു സ്വിച്ചും അതുപോലെ ഹസാർഡിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചും കമ്പനി ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്വിച്ചിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ മിറർ ആണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു മിററാണ്. അതുപോലെ ഗ്രിപ്പും അത്യാവശ്യം നല്ല കൈക്ക് നല്ലപോലെ പിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രിപ്പുമാണ് കമ്പനി ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ബോബോയുടെ മൊബൈൽ ഹോൾഡർ. അതുപോലെ ഇതിന് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇപ്പുറ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഡിമ്മും പാസും ആയിട്ടുള്ള ഒരു സിംഗിൾ സ്വിച്ചിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, മീറ്റർ ടോഗിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
ഇതുവഴിയാണ് നമുക്ക് മീറ്ററിലുള്ള എല്ലാ ഫങ്ഷനും നമുക്ക് ടോഗിൾ ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ട്രിപ്പ് 1, അതുപോലെ തന്നെ ട്രിപ്പ് 2, അതിന് കിട്ടിയ മൈലേജ്, അതുപോലെ ഫ്യൂവൽ റേഞ്ച്, ഫ്യൂവൽ കൺസപ്ഷൻ, പിന്നെ നമുക്ക് ഫ്യൂവൽ കൺസപ്ഷന്, അതുപോലെ നമുക്ക് എൻജിൻ ടെമ്പറേച്ചർ, ബാറ്ററി വോൾട്ടേജ്, പിന്നെ അതുപോലെ തന്നെ സർവീസ്, ഇനി അടുത്ത സർവീസ് ചെയ്യേണ്ട ഡേറ്റും അതുപോലെ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണെന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ഈ മീറ്ററിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ക്രാഷ് കാർഡ്. ഇതൊന്ന് മോട്ടോടോർക്കിൻ്റെ ക്രാഷ് കാർഡാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ക്രാഷ് കാർഡാണ്. കമ്പനി നമുക്ക് വരുന്ന സമയത്ത് ക്രാഷ് കാർഡ് ഒന്നുമില്ല. പുറകിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ലഗേജ് ക്യാരിയറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിലത്തെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇൻഡിക്കേറ്ററിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ടെയിൽ ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ലുക്കാണ് ഈ വണ്ടിയുടെ ബാക്കിൽ നൽകുന്നത്. ഇതിൻ്റെ ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ളൊരു വെട്ടം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ബാക്കിലുള്ള ലുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് കമ്പനി ഇതിൻ്റെ ബാക്ക് ലുക്കും ചെയ്തേക്കുന്നത്. അതുപോലെ നമ്പർ പ്ലേറ്റും, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന് ഒരു സെപ്പറേറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു ടയറും അതിൻ്റെ ഒരു സൈലൻസറും ഈ ടെയിൽ ലൈറ്റും ഒക്കെ നല്ല ഒരു മാസീവായിട്ടുള്ളൊരു വെഹിക്കിളിൻ്റെ ഒരു വ്യൂ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്യാവശ്യം നല്ല ലോങ് ട്രാവൽ നൽകുന്ന ഒരു 2 സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും കമ്പനി കൊടുത്തേക്കുന്നത്. ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് റേഡിയേറ്റർ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് 2 മാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ഒരു മാർക്കിങ്ങിന് ഇടയ്ക്കാണ് നമ്മുടെ കൂളൻ്റ് ലെവല് നിൽക്കേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഹിമാലയൻ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3000 RPM മേളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നതും പവറും ഒരു ടോർക്കും. നമുക്കൊരു 5ാമത്തെ ഗിയറിലൊരു 60 കിലോമീറ്റർ വേഗതയിൽ പോയാലും നമുക്ക് വലിയ നോക്കിംഗ് ഇല്ല. 6th ഗിയർ വരെ നമുക്കൊരു 70 സ്പീഡിൽ നല്ല ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. ഇതിന് പിന്നെ എനിക്ക് 500 കിലോമീറ്ററിൽ എനിക്ക് തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്കും അതുപോലെ തന്നെ ഈ റൈഡ് ചെയ്യാനുള്ള ഒരു പൊസിഷനുമാണ്. അത്യാവശ്യം നമ്മൾ നല്ല ഹൈറ്റിലിരുന്നാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു റോഡ് പ്രസൻസും കിട്ടും. അതുപോലെ നമുക്ക് വിസിബിലിറ്റി നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ. അത്യാവശ്യം നല്ല ഒരു സസ്പെൻഷനാണ് കമ്പനി ഇതിന് കൊടുത്തേക്കുന്നത്. ഷോവയുടെ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കട്ടറും അതുപോലെ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്നും അറിയുന്നില്ല. നമ്മൾ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകും. മാജിക് കാർപ്പറ്റാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സുഖം നൽകുന്ന ഒരു സസ്പെൻഷനാണ് കമ്പനി ഇതിന് കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മീറ്റർ കൺസോളാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചറും ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോള്. അന്നേരം നമുക്ക് റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിളായിട്ട് റൈഡറിൻ്റെ നേരെ ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു മീറ്ററാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോർട്ട് വൈസറും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ലുക്ക് നൽകുന്നുണ്ട്. ലുക്കിൻ്റെ കാര്യത്തിലാണ് ഈ വണ്ടി അത്യാവശ്യം നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ടാങ്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യം 17 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൂരം നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം 400+ ആണ് ഇതിന് കമ്പനി പറയുന്ന ഒരു ഫ്യൂവൽ റേഞ്ച്. അത് നമുക്ക് കിട്ടുന്നുമുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങും ഹാൻഡിലിങ്ങുമാണ് എടുത്തു പറയേണ്ടത്. അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് ഫ്രണ്ടും ബാക്കും കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു പെട്ടെന്നൊന്ന് സഡനായിട്ട് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പവർ നൽകുന്ന ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഹാൻഡിലിങ് നമുക്ക് ഇത്രയും വീൽ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത്യാവശ്യം നല്ലതുപോലെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാം. അത് നമ്മളൊന്ന് കുറച്ചൊന്ന് ഓടിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ നിൽക്കും. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ പോസിറ്റീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പവറും ടോർക്കുമാണ്.
അത്യാവശ്യം നല്ല ഒരു പവർ ഡെലിവറി ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. നമുക്ക് ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ലോ എൻഡ് ആർ പി എമ്മിൽ നമുക്ക് ഈ ഒരു പവർ ലഭിക്കണമെന്നില്ല. ഏകദേശം ഇതിൻ്റെ പവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിഡ് ടു ടോപ്പ് എൻഡ് ആണ് ഇതിൻ്റെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ എൻജിനിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൗണ്ടും അതുപോലെ എക്സോസ്റ്റ് നോട്ടുമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്യാവശ്യം നല്ല ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഒരു എൻജിൻ്റെ സൗണ്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലച്ച് ഫീലൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. സ്ലിപ്പർ ക്ലച്ചും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ നെഗറ്റീവായിട്ടുള്ള എനിക്ക് 500 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഒട്ടും വിസിബിലിറ്റി ഇല്ലെന്ന് തന്നെ പറയാം. ഏകദേശം നമ്മൾ വണ്ടി കിട്ടുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് നല്ലപോലെ ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ ബീം അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഞാനിപ്പം വണ്ടി ഓടിക്കുന്നത്. എങ്കിലും ഇതിന് ഹെഡ്ലൈറ്റിന് വിസിബിലിറ്റി വളരെ കുറവാണ്. നോർമൽ ഹാലജനേക്കാട്ടിലും വിസിബിലിറ്റി കുറവാണ്. പിന്നെ നമുക്ക് ഈ ഒരു വെട്ടം വെച്ച് നമുക്ക് ലോങ് റൈഡ് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ലോങ് റൈഡ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓക്സിലറി ലൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൻ്റെ ഒരു വെട്ടത്തിൻ്റെയാണ് എനിക്ക് ഫസ്റ്റായിട്ട് പറയേണ്ട നെഗറ്റീവ്. അടുത്തതായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതിന് 2 ടൈപ്പിൽ ഇൻ്റർഫേസ് വരുന്നുണ്ട്. ഡേ ടൈമിൽ ഒരു വൈറ്റ് കളറും അതുപോലെ നൈറ്റിൽ ഒരു ബ്ലാക്ക് കളറും. ഇതിൻ്റെ വൈറ്റ് കളറിനാണ് ഈ പ്രോബ്ലം ഉള്ളത്. നമുക്ക് വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡിലോട്ട് വരുന്ന സമയത്ത് ഈ നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ആവുന്ന ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഇൻറ്റൻസിറ്റി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഈ മീറ്റർ പെട്ടെന്ന് ഫ്ലിക്കറിങ് ആവും. ചില സമയത്ത് എനിക്കിത് ഓഫായിട്ടുമുണ്ട്. ഈ ഒരു ഇഷ്യൂ ആണ് എനിക്ക് മീറ്ററിൽ എടുത്തു പറയേണ്ട ഒരു ഇഷ്യൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഡാർക്ക് മോഡിലോട്ട് ഇടുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഡാർക്ക് മോഡിലോട്ട് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവത്തുമില്ല. നമുക്ക് ഈ ഒരു വ്യൂവിൽ അത്യാവശ്യം നല്ല ഡാർക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്, നല്ല കാണാനും നല്ല രസമുണ്ട്. വൈറ്റിനേക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ട ഈ ഡാർക്ക് ഇൻ്റർഫേസാണ്. അടുത്തതായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈസറാണ്. നമുക്ക് ലുക്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കാറ്റ് പിടിക്കുന്ന ഒരു ഇഷ്യൂ ഈ വണ്ടിക്കുണ്ട്. ഏകദേശം നമുക്കൊരു 60 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹൈറ്റിലിരുന്ന് ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വിൻഡ് നമ്മുടെ നെഞ്ചത്തോട്ട് തന്നെ അടിച്ചു കയറുന്ന ഒരു ഫീലിംഗ് ഈ വണ്ടിയുടെ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടൂർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലോങ് വൈസർ, ഇവരുടെ ടൂറിങ് വൈസർ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു എൻജിൻ്റെ ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്. ഇത് നമുക്ക് വൈബ്രേഷൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കയ്യിൽ കിട്ടും, കാലിൽ കിട്ടും. നമുക്ക് കാലിലാണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഈ വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നത്. ഏകദേശം എല്ലാ RPM ഇതിനൊരു വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഒരു ബഷ് ഫീലിംഗ് എന്ന് വെച്ചാൽ ചെറിയൊരു പെരുപ്പ് പോലെ നമുക്കിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് തോന്നും. നമുക്കെന്ന് വെച്ചാൽ RPM കയറുന്നതിനനുസരിച്ച് വൈബ്രേഷൻ കൂടി വരും. ഏകദേശം ഒരു 3000-3500 RPM തൊട്ട് തുടങ്ങുന്ന വൈബ്രേഷൻ നമുക്ക് ഒരു എൻ്റെ RPM എല്ലാ ഗിയറിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ എത്ര കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു വൈബ്രേഷൻ നമുക്ക് ലോങ് റൈഡിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും. ഞാൻ ലോങ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഇഷ്യൂവും ഇതുപോലെ വൈബ്രേഷനാണ്. ഹാൻഡിലോട്ട് നമുക്ക് അത്രയും വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ഈ ഫുട് പെഗിലാണ് ഇത്രയും വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റാണ്. നമുക്ക് ഇൻഡിക്കേറ്ററിൽ തന്നെയാണ് ഈ ടെയിൽ ലൈറ്റ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമുക്ക് നോക്കുവാണെങ്കിൽ ഈ പ്രായമുള്ളവർക്ക് ആർക്കും ഇതിൻ്റെ ഒരു ഫീച്ചർ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മൾ പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഇട്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മളത് ബ്രേക്ക് പിടിച്ച് നിർത്തും, പക്ഷേ പുറകിൽ നമുക്ക് പലർക്കും ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുറകിൽ വന്ന് ഇടിക്കുന്ന ഒരു ഇഷ്യൂ, അത് ഈ ഒരു വണ്ടിക്ക് എടുത്തു പറയേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ പുതിയൊരു ബാച്ച് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂസ് ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുവാണ്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഹാൻഡിൽ ബാർ ചെറുതായിട്ട് ഇടത്തെ സൈഡിലോട്ടൊരു തിരിവുണ്ട്. നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, ഹാൻഡിൽ ചെറുതായിട്ട് തിരിഞ്ഞിരിക്കുവാണ്. ഇത് ഏകദേശം ഫസ്റ്റ് സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ പെട്ടെന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒന്നും ചെയ്തതല്ല, നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നോർമൽ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡിലിന് ചെറിയൊരു ചരിവുണ്ട്. ഈ ഒരു ഇഷ്യൂ
എനിക്ക് മാത്രമല്ല, ഇപ്പം ഹിമാലയ യൂസ് ചെയ്യുന്ന 450 യൂസ് ചെയ്യുന്ന പലർക്കും ഇതേ സെയിം ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലോ എൻഡ് ടോർക്കാണ്. ഇതിൻ്റെ ഒരു ലോ എൻഡ് ടോർക്ക് നമുക്ക് പഴയ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര കുറവാണ്. നമുക്ക് ഇപ്പം ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വണ്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോ എൻഡ് ടോർക്കാണ്. അത് ഈ വണ്ടിക്ക് അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും ഫീൽ ചെയ്യുന്നില്ല. അതാണ് അടുത്തായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ഇഷ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഹിമാലയൻ 450ൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോകൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോസ് ഹിമാലയൻ്റെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.